ചോദ്യം: ആരുടെ 200-ാം ജന്മവാർഷികവും 151-ാം ചരമവാർഷികവുമാണ് 2025 ജനുവരിയിൽ കടന്നുപോയത്? ഉത്തരം: ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ. ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ 1825 ജനുവരിയിൽ ജനിച്ചു. 1874 ജനുവരി 3-ന് കൊല്ലപ്പെട്ടു. വള്ളത്തിൽ കായംകുളം കായലിലൂടെ കൊല്ലത്തേക്കുള്ള യാത്രാമധ്യേ ശത്രുക്കൾ വേലായുധപ്പണിക്കരെ കുത്തിക്കൊല്ലുകയായിരുന്നു. സവർണരുടെ ക്ഷേത്രങ്ങളിൽ അവർണർക്ക് പ്രവേശനമില്ലാത്ത കാലത്ത് അവർണർക്കായി 1852 പണിക്കർ ക്ഷേത്രം സ്ഥാപിച്ചു. ശ്രീനാരായണഗുരു 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നതിന് 36 വർഷം മുൻപാണ് ഇദ്ദേഹം എടക്കാട് ജ്ഞാനേശ്വരം ക്ഷേത്രം പണിതത്. 1859 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകി. അക്കാലത്ത് അവർണ സ്ത്രീകൾക്ക് അച്ചിപ്പുടവ ഉടുക്കാൻ അനുമതിയില്ലായിരുന്നു. കായംകുളം ചന്തയിൽ താഴേക്കിറക്കി മുണ്ടുടുത്ത് എത്തിയ സ്ത്രീയെ പ്രമാണിമാർ വസ്ത്രം കീറി അപമാനിച്ചു. ഇത് അറിഞ്ഞെത്തിയ പണിക്കർ എല്ലാവർക്കും മുണ്ടുകൾ വിതരണം ചെയ്യുകയും സ്ത്രീയെ അപമാനിച്ചവരെ കായികമായി നേരിടുകയും ചെയ്തു. 1861 ഈഴവ സമുദായാംഗങ്ങളുടെ കഥകളിയോഗമുണ്ടാക്കിയതും വേലായുധപ്പണിക്കരാണ്. 1866 പത്തിയൂരിൽ മുണ്ട് ഇറക്കിയുടുത്ത അവർണ സ്ത്രീയുടെ വസ്ത്രങ്ങൾ കീറി പ്രമാണിമാർ അപമാനിച്ചു. ഇതോടെ ജന്മിമാരുടെ എല്ലാ കൃഷിപ്പണികളും ബഹിഷ്കരിക്കാൻ പണിക്കർ ആഹ്വാനം ചെയ്തു. വിളവെടുപ്പ് മുടങ്ങിയതോടെ സാമ്പത്തിക ഞെരുക്കമുണ്ടായ അവർ ആ സ്ത്രീയോട് മാപ്പ് പറയാൻ നിർബന്ധിതരായി. കർഷകത്തൊഴിലാളികളെ അണിനിരത്തി പണിക്കർ നടത്തിയ ഈ സമരം കേരളചരിത്രത്തിലെ ആദ്യത്തെ കർഷകത്തൊഴിലാളി സമരമായി വിലയിരുത്തുന്നു. മൂക്കുത്തി സമരത്തിന് ആസ്പദമായ സംഭവം പന്തളത്താണ് നടന്നത്. ഈഴവ സ്ത്രീ സ്വർണമൂക്കുത്തി ധരിച്ച് നടന്നത് സവർണരുടെ എതിർപ്പിന് ഇടയാക്കി. സവർണർ ആ സ്ത്രീയുടെ മൂക്കുത്തി മാംസത്തോടെ പിഴുതെറിഞ്ഞു. ഇത് അറിഞ്ഞെത്തിയ ആറാട്ടുപുഴ വേലായുധപ്പണിക്കരും സംഘവും അവർണ സ്ത്രീകൾക്ക് സ്വർണമൂക്കുത്തി നൽകി നാട്ടിലൂടെ നടത്തിച്ചു.